ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു കട്ടിംഗ് മെഷീനായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സാധനമില്ലേ, ആ സംഭവമായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു PVC പൈപ്പ് എടുക്കാം. നമ്മളിപ്പോൾ ആ പൈപ്പിൻ്റെ സെൻറ്ററായിട്ട് ഇതിങ്ങനെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താണ് ടാച്ചബിൾ അടിച്ച്. എന്നിട്ട് ആ കട്ട് ചെയ്ത സാധനം നമ്മൾ ചൂടാക്കിയിട്ട് ഇതുപോലൊരു ഷീറ്റ് ആക്കിയെടുക്കാം. പൈപ്പ് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്താണ് കേട്ടോ. അതിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് ഇങ്ങനെ മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേറൊരു ഷീറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു 4 പീസ് എടുക്കാം. 2 വലിയ പീസും 2 ചെറിയ പീസും എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു വലിയ പീസും ഒരു ചെറിയ പീസും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അടുത്ത ചെറിയ പീസ് എടുത്തിട്ട് ഇവിടെ വെച്ച് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് മറ്റേ വലിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെയും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒരു ബോക്സ് ആക്കി എടുക്കാം ഇങ്ങനെ ഒട്ടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു 2 ഇങ്ങനത്തെ വലിയ പീസും 2 ഇങ്ങനെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയ പീസ് ഒരു ചെറിയ പീസ് ആദ്യം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചെറിയ പീസ് എടുത്തിട്ട് ഇത് ഇവിടെ വെച്ച് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ അടുത്ത വലിയ പീസ് എടുത്തിട്ട് ഇത് ഇവിടെ വെച്ച് അന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് ഇവിടെ നിന്ന് ഇവിടെ ആയിട്ട് ഒരു ഹോൾ ഇട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് 2 സ്ഥലത്തും. അതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ബോച്ചിൻ്റെ ഇവിടേക്ക് ഒരു പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിരുന്നിട്ടത് അത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. അതായിട്ട് വേറൊരു പേപ്പറിൻ്റെ റോളുകളും വേണം കേട്ടോ. അത് നമ്മൾ ഈ ഒട്ടിച്ചേണ്ട റോളില്ലേ, ആ റോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് കയറിയിട്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റുന്ന രീതിയിലാവണം കേട്ടോ. നല്ല സ്മൂത്തായിട്ടിരിക്കണം, ലൂസായിട്ടിരിക്കണം. അതുകൊണ്ട് ഈ സാധനം എടുത്തത് ഈ ഹോളിൻ്റെ നേരെ ഇങ്ങനെ വന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ പേപ്പറിൻ്റെ റോള് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. കയറ്റി കൊടുത്തിട്ട് ആ റോളിലെ സൈഡ് ഭാഗം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ആവണം കേട്ടോ. അതിനുവേണ്ടിയാണ് അങ്ങനെ ലൂസാക്കി എടുക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആദ്യം എടുത്ത ഒരു ഷീറ്റില്ലേ, ആ ഷീറ്റ് ഇങ്ങനെ എടുക്കാം. അതുകൊണ്ട് ഇതുപോലത്തെ 4 ചെറിയ നീളത്തിലുള്ള ചെറിയ പീസുകൾ എടുക്കാം. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതിങ്ങനെ ഞങ്ങൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ 4 സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞ സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവമില്ലേ, ഈ സംഭവം എടുത്തിട്ട് ഈ ബേസിൻ്റെ ഇവിടെ നിന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഈ ഭാഗം ഇതിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം ഇങ്ങനെ മുകളിലോട്ട് നേരിട്ടും ഇങ്ങനെ ആവണം കേട്ടോ. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു 12 കൊണ്ടിട്ട് വലിയ മോട്ടർ എടുക്കാം. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ചക്ക് എടുക്കാം. ഇതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയിട്ടത്. ഈ സംഭവം നമ്മൾ നേരെ ഈ മോട്ടറിൻ്റെ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ഈ സാധനം ഇതിൻ്റെ എല്ലെങ്കിൽ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഇല്ലേ, ഈ സാധനത്തിൻ്റെ അടിയിലേക്ക് ഈ മോട്ടർ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് നമ്മളിന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ഇവിടെ കുറച്ച് പൊങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പീസ് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരെ വരുള്ളൂ, മൊത്തമായിട്ട് താഴത്തോട്ട് ഇങ്ങനെ പോവില്ല. അതായത് ഇതിൻ്റെ ഈ സംഭവം വരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പി കെട്ടുന്ന ബ്ലേഡില്ലേ, ആ ബ്ലേഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ സംഭവം തിരിച്ച് കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് തുറക്കാം. അതിൻ്റെ ആ സ്പാനറൊക്കെ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് തുറക്കാം. ഇപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേറൊരു ഇങ്ങനത്തെ പീസുള്ള ഷീറ്റിൽ തന്നെ ഇങ്ങനെ 2-3 ഒരുമിച്ച് ഒട്ടിച്ച് ഇങ്ങനത്തെ നീളമുള്ള പീസാക്കി എടുത്തുന്നത്. അത് നമ്മൾ ഇവിടെ നിന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളത് പിടിച്ച് ഇങ്ങനെ താത്താനും വെക്കാനും വേണ്ടിയിട്ടത്. അതുകൊണ്ട് ഇതുപോലൊരു പീസുള്ള ഷീറ്റ് വെച്ച് ഇങ്ങനെ കട്ട് ഉണ്ടാക്കി എടുക്കാം. ആ കട്ടെടുത്ത് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുകൊണ്ട് വേറെ ഒരു അങ്ങനെ തന്നെ ഒരു കട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ പീസുള്ള ഷീറ്റ് ചെറുതായിട്ട് മുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അതിനകത്തേക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ഒരു നട്ടെടുത്ത് ഇവിടെ പിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു ബോൾട്ട് എടുത്ത് ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റാം. അതിനാണ് നട്ട് പിടിപ്പിച്ചാണ്. അതെടുത്തിട്ട് ഇത് ഇവിടെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം.
അതുകൊണ്ട് നമ്മൾ ഈ ബോൾട്ടിൻ്റെ ഈ ഭാഗം ഒന്ന് വളച്ചെടുക്കുക. ഇതിങ്ങനെ ഒന്ന് വളച്ചെടുക്കുക. അതുകൊണ്ട് ഈ ബോൾട്ട് ഇതിനകത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചേറ്റാം. നമ്മുടെ കട്ടയാണ് പീസ് ഇത് ഇളകി പോകാണ്ടിരിക്കാനുള്ള സംഭവമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കണേ. അതുകൊണ്ട് വേറൊരു കട്ട ഇടുക. ആ കട്ടയിൽ നമ്മൾ ഇവിടെ ഇതുപോലെ ഒരു ഹോൾ ഇടുക. അവിടെ ആ ഹോളുള്ള ഭാഗം ഈ ബോൾട്ടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഇത് തിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ നീങ്ങൂട്ടാം. നമ്മൾ ചെറിയൊരു വയസ്സായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്താണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു നീളത്തുള്ള പീസ് ഇത് ഇങ്ങനെ വളച്ച് ഇങ്ങനത്തെ ഷേപ്പാക്കി എടുക്കാം. അടുത്തിട്ട് നമ്മൾ ഈ ബ്ലേഡിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒന്ന് ചൊട്ടിച്ചെടുക്കാം. അതുകൊണ്ട് ഒരു അഡാപ്റ്റർ എടുക്കുക. ഈ അഡാപ്റ്ററിലായിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കണം. അതുകൊണ്ട് ഈ 2 വയർ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ നേരെ കറണ്ടിലേക്ക് കൊടുക്കാം. പിന്നെ നമ്മളിത് പൊങ്ങിയിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു 4 സ്ക്രൂ അടിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടത്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പൊന്തിരിക്കും. അങ്ങനെ താത്തിയാലും അത് പൊക്കോളും. ഇനി നമുക്കൊന്ന് ഓണാക്കി വെക്കാം. പൈസല്ല സംഭവം അടിയിലിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാ. നമ്മൾ ആദ്യം ഇതുപോലത്തെ ഒരു പൈപ്പായിട്ട് ഇപ്പം മുറിച്ചോക്കണം. ഇതുപോലത്തെ ഒരു പൈപ്പ് എടുക്കാം. അതുകൊണ്ട് ആ പൈപ്പ് നമ്മൾ ഇതിൻ്റെ ഇവിടേക്ക് വെച്ചിട്ട് ഈ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് തിരിച്ചാൽ മതി. അപ്പോൾ ഈ സാധനം ഇങ്ങനെ നീങ്ങി ടൈറ്റ് ആയിക്കോളും. ഇപ്പോൾ ടൈറ്റ് ആയിട്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. സംഭവം ഓണാക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ താത്തി കൊടുക്കാം. ഇത് സംഭവം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഈ പൈപ്പൊക്കെ വേണ്ട. സംഭവം അടിപൊളിയായിട്ട് തന്നെ മുറിഞ്ഞുകൊണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പി മുറിച്ച് നോക്കാം. ഇതെടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ചാൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സാധനം തിരിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് തുറക്കാം. ഇപ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഓണാക്കി കട്ട് ചെയ്ത് നോക്കാം. സംഭവം അത്യാവശ്യം നന്നായിട്ട് കട്ടാവുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുക്കുമെങ്കിലും സംഭവം അടിപൊളിയായിട്ട് കട്ടാവുന്നുണ്ട് കേട്ടോ. പതുക്കെ ഇങ്ങനെ താത്തി കൊടുത്തായിട്ടാണ്. ഇത് സംഭവം അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്ത് വന്നോളും. വേണ്ട സംഭവം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. വേണ്ട സംഭവം അടിയിലായിട്ട് തന്നെ കട്ട് ചെയ്യാണ്ട് കേട്ടോ. നമുക്കിത് കയറ്റി വെച്ച് ഒന്നുകൂടി കട്ട് ചെയ്ത് നോക്കാം. ഇതപ്പോൾ സംഭവം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓഫാക്കിയിട്ടാണ് കേട്ടോ ഈ കട്ട് ചെയ്ത സാധനം എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കൈ കൊണ്ട് മുറിയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനങ്ങൾ നമ്മുടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.